അബൌട്ട് യുവർ സെൽഫ്. നമ്മൾ ഏതൊരു ഇൻ്റർവ്യൂവിന് പോയാലും ആദ്യം ഫേസ് ചെയ്യുന്ന ഒരു ചോദ്യമാണ് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനൊരു ചോദ്യം നമ്മളോട് ചോദിക്കുന്നത്? നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന് പോകണമെങ്കിൽ ബേസിക്കലി നമ്മളവർക്ക് CV അപ്ലൈ ചെയ്ത് വിട്ട് നമ്മളുടെ കയ്യിലെ CV അവരുടെ കയ്യിലുണ്ടായിരിക്കും ആൻഡ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത്. എന്നാലും നമ്മളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം അറിയാവുന്നവർ നമ്മളോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യമാണ് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. ദിസ് ഇസ് ബേസിൽ. വെൽക്കം ടു iPlus ട്രെയിനിങ് സൊല്യൂഷൻസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫെഡറൽ ബാങ്കിൻ്റെ ഇൻ്റർവ്യൂവിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ് ടു യു ഓൾ. നിങ്ങളെല്ലാവരും ഫെഡറൽ ബാങ്കിൻ്റെ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്ത് ഇൻ്റർവ്യൂ സെഷനിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് ഫെഡറൽ ബാങ്ക് എന്ന് പറയുന്ന ജോലിയാണ്. സോ എങ്ങനെ നമുക്ക് ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാം? അപ്പം നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ തുടങ്ങാം. ഞാൻ പറഞ്ഞു, അതായത് നമ്മൾ ഏത് ഇൻ്റർവ്യൂവിന് പോയാലും നിങ്ങൾ ആദ്യം ഫേസ് ചെയ്യുന്ന ഒരു ചോദ്യമായിരിക്കും ഈ ചോദ്യം എന്ന് പറയുന്നത് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് ഓർ ടെൽ മീ സംതിങ് അബൌട്ട് യു എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. എന്തിനായിരിക്കാം ഈ ചോദ്യം അവർ ചോദിക്കുന്നത്? എന്തായിരിക്കും ഇതുകൊണ്ട് അവർ ലക്ഷ്യം വെക്കുന്നത്? അതായത് ഈ ചോദ്യ പാറ്റേണിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം അവർക്ക് അറിയാമെങ്കിലും നമ്മൾ എങ്ങനെയാണ് നമ്മളെ പ്രസൻറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന 30 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾ എത്ര കോൺഫിഡൻ്റ് ആണ്, എങ്ങനെയാണ് നിങ്ങളുടെ ലാംഗ്വേജ് സ്കില്ലുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നത്, നിങ്ങൾ ഫ്രണ്ട്ലി ആണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്സ് എന്താണ് എന്നൊക്കെയുള്ള കാര്യം മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഈ ചോദ്യ പാറ്റേണുകൾ അവർ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ദാറ്റ്സ് വൈ ദേ ഓൾവേസ് ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ ദാറ്റ് മീൻസ് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? സി, നമ്മളുടെ കോൺഫിഡൻസ് ലെവല്, നമ്മളുടെ ലാംഗ്വേജ് സ്കില്ല്, ഇതെല്ലാം കാണിക്കാൻ നമുക്ക് ആകെ 30 സെക്കൻഡ്സേ ഉള്ളൂ, അല്ലെങ്കിൽ 1 മിനിറ്റേ ഉള്ളൂ. ഈ ഒരു മിനിറ്റിലാണ് നമ്മളുടെ ജോലി എന്ന് പറയുന്ന വലിയ ഭാവി അവരുടെ കൈകളിലിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് നമ്മളെ പ്രസൻറ്റ് ചെയ്യാം? ആദ്യം തന്നെ പ്രധാനമായിട്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലായ്പ്പോഴും ഒരു ചെറിയ പുഞ്ചിരിയോടെ ആയിരിക്കണം. അത് നമ്മളെ ഷോ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ളവരിലേക്ക് കാണിച്ചു കൊടുക്കുന്നത് നമ്മൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എന്നുള്ളതാണ്. ഇത് ഇൻ്റർവ്യൂവിൽ പ്രധാനമായിട്ടും നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇൻ്റർവ്യൂ ബോർഡിൽ ചിലപ്പോൾ 3 പേരായിരിക്കും, ചിലപ്പോൾ 5 പേരായിരിക്കും. ഡിപ്പെൻസ് അപ്പോൺ ദ സിറ്റുവേഷനിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ എല്ലായ്പ്പോഴും ഇൻ്റർവ്യൂ ബോർഡിൽ കാണാറുണ്ട്. എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില ആൾക്കാർ നമ്മളോട് ഡയറക്റ്റായിട്ട് ഒരു ചോദ്യം ചോദിക്കും. ബാക്കിയുള്ള ആൾക്കാർ ചിലപ്പോൾ നമ്മളുടെ സർട്ടിഫിക്കറ്റ്സ് നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നാൽ നമ്മൾ ചോദിക്കുന്ന ആളോട് മാത്രം അറ്റൻഷൻ നൽകിക്കൊണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മാർക്ക് ലിസ്റ്റിൽ നമ്മളുടെ മാർക്ക് ചിലപ്പോൾ കൂടുതലായിരിക്കും, എന്നാൽ ബാക്കിയുള്ളവരുടെ മാർക്ക് ലിസ്റ്റിൽ നമ്മളുടെ മാർക്ക് കുറവായിരിക്കും. സ്വാഭാവികമായിട്ടുള്ള ഹ്യൂമൻ നേച്ചറാണ്. ഞാനിപ്പോൾ നിങ്ങളെ ശ്രദ്ധിക്കാതെ മറ്റൊരാളെ മാത്രമാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്നോട് എന്തായിരിക്കും തോന്നുന്നത്? അതുതന്നെയാണ് ഇൻ്റർവ്യൂ ബോർഡിനും തോന്നുന്നത്. സോ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എല്ലാവരുമായിട്ട് നല്ലൊരു ഐ കോണ്ടാക്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഐ കോണ്ടാക്റ്റിന് അത്രയ്ക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്. ആൻഡ് കാരണം നല്ലൊരു ഐ കോണ്ടാക്ട് കൊടുക്കുന്ന ഒരാൾക്ക് മാത്രം ആണ് നല്ല ഫ്രാങ്ക് ആയിരിക്കും, നല്ല കോൺഫിഡൻ്റ് ആയിരിക്കും എന്നുള്ള കാര്യം അവർക്ക് തോന്നത്തുള്ളൂ. ചില ആൾക്കാർ ഭയങ്കരമായിട്ട് ഷൈ ആകുമ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ മുകളിലോട്ട് നോക്കിയിരിക്കും, ചിലപ്പോൾ താഴോട്ട് നോക്കും, ഇനി ഇവിടെ വന്നിട്ട് ഇങ്ങനെ കൈ കുത്തി ഓടിക്കും, ആൻഡ് ഷർട്ടിനകത്ത് പിടിച്ച് വലിക്കും, ഇങ്ങനെയുള്ള പാറ്റേണൊക്കെ കാണിക്കും. ഇതെല്ലാം കാണിക്കുന്നത് നമ്മുടെ ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ്. അപ്പം എങ്ങനെ നമുക്ക് കോൺഫിഡൻസ് വർദ്ധിച്ചെടുക്കാം, എങ്ങനെയാണ് നമ്മളൊരു ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യമാണ് നമ്മൾ ഈ സെഷനിലൂടെ നോക്കുന്നത്. അപ്പം നിങ്ങൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ട പാറ്റേൺ ഇനി ഇൻ്റർവ്യൂ ആണ്. കാരണം ഓൾറെഡി നമ്മൾ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്തു. iPlus നിങ്ങൾക്ക് ഒരു കോഴ്സ് ലോഞ്ച് ചെയ്ത കാര്യം iPlusൻ്റെ മാനേജിംഗ് ഡയറക്ടർ അലൻ സാറ് നിങ്ങളോട് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഫെഡറൽ ബാങ്കിന് വേണ്ടി എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ബാച്ച്. ഈ ബാച്ചിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്, ബേസിക്കലി നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? നമ്മൾ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മളെ CV യിൽ നിന്നാണ്. എന്താണ് ഈ CV എന്ന് പറയുന്നത്? നമ്മൾ CV, കരിക്കുലം വിറ്റെ, ബയോഡേറ്റ എന്നൊക്കെ പറയുന്ന പാറ്റേൺ. അതായത് നമ്മളെ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം, ഒരു പേപ്പറിൽ എങ്ങനെയാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇൻ്റർവ്യൂവിന് മുമ്പ് അവരുടെ മുമ്പിൽ, അവരുടെ കയ്യിൽ ഇരിക്കുന്ന എന്തായിരിക്കും? നമ്മളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും, ആണല്ലോ. എന്നാലും അവർ ഈ ചോദ്യം ചോദിക്കും. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ ചോദ്യം എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യണമെന്ന് നമുക്ക് കാണാം. പക്ഷേ അവർക്ക് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. ആൻഡ് ഈ CV യെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നത്, അതിൽ നിന്നാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്.
കാരണം ഇൻ്റർവ്യൂവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്താണ് ചോദിക്കേണ്ടത് എന്നുള്ളതാണ്. ലിസ്റ്റ് ഓഫ് പീപ്പിൾ ആയിരിക്കും വരുന്നത്, അവരോട് എങ്ങനെയാണ് ചോദ്യം ചോദിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത്. ആ സാഹചര്യത്തിൽ നമ്മളോടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമ്മുടെ CV യിൽ നിന്നായിരിക്കും. അതായത് നിങ്ങൾ വേറൊരാളുടെ CV കോപ്പി അടിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇന്റർനെറ്റിൽ കിട്ടുന്ന ഒരു സാധനം വെച്ചിട്ട് ChatGPT വെച്ചിട്ട് നിങ്ങളൊരു CV പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ they may ask questions from that CV. ആ CV യിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹോബീസിൽ നിങ്ങൾക്ക് ഒരു താല്പര്യമില്ലാതെ നിങ്ങൾ ജീവിതത്തിൽ വായിക്കാത്ത, നിങ്ങൾ റീഡിംഗ് എന്നൊരു ഹോബി വെക്കുകയാണ് എന്ന് വിചാരിക്കുക. they may ask questions like who is your favorite author, which is the last book that you read എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ റീഡിംഗ് ഒരിക്കൽ പോലും വായിക്കാത്ത ഒരാൾ ഇന്റർവ്യൂ ബോർഡിൽ നിന്ന് വിയർക്കുന്നല്ലാതെ വേറെ പ്രത്യേകതയൊന്നും ഉണ്ടാവില്ല. സോ വാട്ട് യു വാണ്ട് ടു ഡു ഈസ് യു വാണ്ട് ടു ബി വെരി ട്രാൻസ്പെറൻറ്റ്. ഒരാളെ കോപ്പി അടിച്ച് CV വെക്കുക എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്കിൽ എന്താണ്, നമുക്ക് എന്താണ് നമ്മളുടെ കഴിവുകൾ, ഇതെല്ലാമാണ് നമ്മളുടെ ഹോബീസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ CV വെക്കുന്നത്. അപ്പം ഐപ്ലസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് എയ്ഡ് തരും എങ്ങനെയാണ് CV ഫോർമാറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് CVക്ക് എന്നുള്ള കാര്യം. അതായത് CV യിൽ നിന്ന്, അതായത് ഫ്രം ദ ഡ്രോയിങ് ബോർഡ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ ഇഡിയം പറയുന്ന പോലെ ഫ്രം ദ ബേസിക് ലെവലിൽ നിന്നാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ CV എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് പിന്നെ നമുക്ക് പ്രധാനമായിട്ടും ഓറിയന്റേഷൻ സെഷൻസ് കാണും. അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പറയുന്ന ഇന്റർവ്യൂ ബോർഡിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. നിങ്ങൾക്കൊരു ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് തരും, ഫ്രീക്വൻലി ഫെഡറൽ ബാങ്ക് ആയി ചോദിക്കുന്ന ചോദ്യങ്ങൾ. അവിടെ ഞാൻ നേരത്തെ ഈ പറഞ്ഞ പോലത്തെ പാറ്റേൺസ് ക്വസ്റ്റ്യൻസ്, ഇനി ഫെഡറൽ ബാങ്കുമായിട്ടുള്ള ഡീറ്റെയിൽസ്, ബാങ്ക് എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്, ബാങ്കിൻ്റെ CEO എന്താണ്, എങ്ങനെയുള്ള ബേസിക് ക്വസ്റ്റ്യൻ. നമ്മളൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ആദ്യം നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു സാധനമാണ് എന്താണ് ബാങ്ക് എന്നുള്ള കാര്യം. അതായത് ഫെഡറൽ ബാങ്ക് എന്നാണ് നിലവിൽ വന്നത്, അല്ലെങ്കിൽ ഫെഡറൽ ബാങ്കിൻ്റെ CEO ആരാണ്, എന്തായിരുന്നു അതിൻ്റെ ബാങ്കിങ് റെഗുലേഷൻ മീറ്റിംഗ്, ആരാണ് ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റേഴ്സ്, ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ആസ്ക് ചെയ്യുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. അതായത് ഇന്റർവ്യൂവേഴ്സിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചില ചോദ്യങ്ങൾ. ഈ ചോദ്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നിങ്ങളുടെ ഓറിയന്റേഷൻ സെഷനിൽ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ആയിട്ട് എല്ലാം ഐപ്ലസ് പ്രൊവൈഡ് ചെയ്യും. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ട പാറ്റേൺ എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഏത് ടൈപ്പ് ഡ്രസ്സ് ആണ് ഇടേണ്ടത്. ചില കുട്ടികൾ കമൻറ്റ് സെഷനിൽ ചോദിച്ചിരുന്നു ബിയേർഡ് വെക്കാമോ, ഹെയർ സ്റ്റൈൽ എങ്ങനെയാണ് വേണ്ടത്, ഏത് കളർ ഷർട്ട് ഇട്ടുകൊണ്ട് പോകണം, സാരി ഉടുക്കണോ, ഇങ്ങനെയൊക്കെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ചോദ്യം ചോദിച്ചു. ഇതെല്ലാം നമ്മൾ എങ്ങനെയാണ് നമ്മളെ പ്രസൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എന്തിനാണ് നമ്മൾ നല്ല ഡ്രസ്സ് ഇടുന്നത്, എന്തായിരിക്കും കാരണം? നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? എന്തായിരിക്കും നമ്മൾ നല്ല ഡ്രസ്സ് ഇടാനുള്ള കാരണം എന്ന് പറയുന്നത്? നമ്മൾ നല്ല ഡ്രസ്സ് ഇടുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഡ്രസ്സ് നമുക്ക് തരുന്നത് ഒരു കോൺഫിഡൻസ് ലെവലാണ്. ഞാൻ നല്ല ഉടുപ്പാണ്, പുതിയ ഉടുപ്പാണ്, തേച്ച് മിനുക്കി ഉടുപ്പാണ് ഇട്ടേക്കുന്നെങ്കിൽ ദാറ്റ് ഗിവ്സ് മീ ആൻ കോൺഫിഡൻസ്. എനിക്കൊരു കോൺഫിഡൻസ് തരും. ഞാൻ ചുളുങ്ങി ഉടുപ്പിട്ടോണ്ടിരിക്കുക, നല്ല കീറി ഉടുപ്പിട്ടോണ്ടിരിക്കുക, ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ എന്തോ ചിന്തിക്കുന്നത്, അയ്യോ എൻ്റെ ഷർട്ട് കീറിയിട്ടുണ്ട്, അവർ കണ്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ ഷർട്ട് എടുത്ത് വെക്കും. സോ നമുക്ക് തരുന്ന ആദ്യത്തെ കോൺഫിഡൻസ് നമ്മുടെ ഡ്രസ്സാണ്. അതെങ്ങനെയാണ് നമ്മളെ പ്രസൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. അപ്പം നമ്മൾ എന്തൊക്കെയാണ് ഗ്രൂമിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എങ്ങനെയാണ് ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നൊരു ഓറിയന്റേഷൻ സെഷനാണ്. ആൻഡ് അടുത്തതായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നൊരു പാറ്റേൺ എന്ന് പറയുന്നത്, പ്രധാനമായിട്ടും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്, നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ട് പോയാലും നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പം നമുക്കത് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഇത് നമ്മളെവിടെ ആണ് ശ്രദ്ധിക്കുന്നത്, ആരാണ് നമ്മളിത് അനലൈസ് ചെയ്യുന്നത്? ഇത് അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ സെഷനകത്ത് നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് 1-to-1 സെഷൻസ് ഉണ്ടായിരിക്കും. 1-to-1 സെഷൻസിൻ്റെ പ്രത്യേകത, നിങ്ങൾ എങ്ങനെയാണോ അവിടെ ഇൻ്റർവ്യൂ പോകുന്നത് അതേ പാറ്റേണിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഐപ്ലസിൻ്റെ ഇൻ്റർവ്യൂ സെഷനിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്യും, എങ്ങനെയാണ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ സമയത്ത് എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ പാറ്റേണിലൂടെ മനസ്സിലാവും. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഞാൻ റിവ്യൂ തരാം, എന്തായിരുന്നു നിങ്ങളുടെ പ്രശ്നങ്ങൾ, എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് അവിടെ ഉണ്ടായ നെഗറ്റീവ്സ്, ഇത് എങ്ങനെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്തെടുക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ പറയുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂയിങ് ഉണ്ടായിരിക്കും. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഒറിജിനൽ ഇൻ്റർവ്യൂവിന് പോകുമ്പം എന്തൊക്കെ കാര്യങ്ങളിലാണ് മാറ്റം വരുത്തേണ്ടത് എന്നുള്ളത്. ഇനി പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഉള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അതായത് ഐപ്ലസിൻ്റെ ഇൻ്റർവ്യൂ സെഷൻ കോഴ്സ് എടുക്കുന്നവർക്ക് നമ്മളുടെ എറണാകുളം, then ട്രിവാൻഡ്രം, അടൂര് നമ്മളുടെ ക്യാമ്പസിൽ വന്നിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു മോക്ക് ഇൻ്റർവ്യൂവും അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻ്റർവ്യൂ സെഷൻസിൽ 1-to-1 കാണും, നിങ്ങളും ഞാനും മാത്രമുള്ള ഒരു ഇൻ്റർവ്യൂ സെഷൻ കാണും. ഇനി അതല്ലാതെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ പറയുന്ന ഇൻ്റർവ്യൂ സെഷൻ
നമ്മളുടെ ക്യാമ്പസിൽ ഫ്രീ ആയിട്ട് വന്നിട്ട് അറ്റൻഡ് ചെയ്യാം എന്നുള്ളൊരു അഡ്വാൻറ്റേജും കാണും. നമ്മളുടെ CEO അലൻ സാറ് കാണും. സാറിൻ്റെ ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് കാണും. സാറ് നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തരും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഫ് യു വാണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ എറണാകുളം, അടൂര്, TVM എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു ദിവസം വന്നിട്ട് ഈ പറയുന്ന ഇൻ്റർവ്യൂവിന് മുമ്പ് നിങ്ങളുടെ കോൺഫിഡൻസ് ഒന്ന് ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് ടെൻഷൻ എങ്ങനെയാണെന്ന് മാറ്റണമെങ്കിൽ, അതായത് ഒരു ലൈവ് സെഷൻസ് നിങ്ങൾക്ക് ഓൺലൈൻ മാത്രമല്ലാതെ ഓഫ്ലൈൻ ആയിട്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന സെഷൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ കൂടെ ഈസി ആയിട്ട് ഒരു അഡ്വാൻറ്റേജ് കൂടി തരികയാണ്. അലൻ സാറിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരം നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ടും ഈ പറയുന്ന സെഷൻസിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. സെയിം ഫീസ്, ഒരു കൂടുതലായിട്ടുള്ള ഒരു അഡീഷണൽ ചാർജും ഇല്ല. സെയിം ഫീസ് നമ്മൾ പറഞ്ഞിരിക്കുന്ന പാറ്റേണിൽ നിങ്ങൾക്ക് ആഡഡ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. സോ യൂസ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി, അത് കൃത്യമായി ഉപയോഗിക്കുക. ആൻഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അലൻ സാറിൻ്റെ ഒരു മോട്ടിവേഷണൽ സെഷൻ കാണും. നിങ്ങൾ എക്സാമിന് മുമ്പ് നിങ്ങൾക്കൊരു മോട്ടിവേഷണൽ സെഷൻ കാണും. നമുക്ക് സ്വാഭാവികമായിട്ട് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് സാധനങ്ങൾ ക്രൈറ്റീരിയ ഫോളോ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു പാറ്റേണും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. സോ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങൾ താഴെ കാണുന്ന നമ്പേഴ്സിൽ വിളിക്കുക. ഈ ഓൾറെഡി ജോയിൻ ചെയ്ത കുട്ടികളുടെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ഈ പറയുന്ന പാറ്റേൺ നിങ്ങൾ കൃത്യമായി നോക്കുക. സോ അടുത്ത നമുക്ക് ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട ചോദ്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം നോക്കുക. ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്ന് പറയുന്ന പാറ്റേൺ. ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്ന് പറയുന്ന ചോദ്യത്തിൽ സാധാരണഗതിയിൽ കണ്ടുവരുന്ന ഒരു തെറ്റാണ് നമുക്ക് ആദ്യം പറയാൻ പോകുന്നത്. ചില കുട്ടികൾ വന്നിട്ട് പറയും മൈസെൽഫ് ബേസിൽ, മൈ ഫാദർ ഈസ് എൻ എൻജിനീയർ, then my father is an engineer, he is MK Roy, പിന്നെ ഒരു 4 തവണ സി. ഞാൻ പറഞ്ഞു, നമ്മൾ എങ്ങനെയാണ് ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരുമ്പം ബാങ്കിങ് മേഖലയുമായിട്ട് നിങ്ങൾ ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഒരു അണ്ടർ പ്രഷർ സിറ്റുവേഷനിൽ നമ്മൾ സാധാരണഗതിയിൽ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ലക്ഷ്യം എന്താണ്? ചിലപ്പോൾ കസ്റ്റമേഴ്സ് നമ്മളോട് ചൂടാവും, ആണല്ലോ, യൂഷ്വൽ കാര്യമാണ്. കസ്റ്റമേഴ്സ് ഭയങ്കരമായിട്ട് നമ്മളോട് ചൂടാവും, അപ്പോൾ നമ്മൾ തിരിച്ച് ചൂടാവുമോ? അങ്ങനെയാണോ അതിൻ്റെ പാറ്റേൺ? അങ്ങനെയല്ല. നമ്മൾ എന്ത് മോശം സാഹചര്യമായാലും എങ്ങനെയായിരിക്കും ഒരു പ്ലസൻറ്റ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയായിരിക്കും ഒരു സ്മൈലിംഗ് ഫേസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം, എങ്ങനെയായിരിക്കും നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് അതിനെ പ്രതികരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ പാറ്റേൺ യൂസ് ചെയ്യുന്നത്. ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ ഒരു ചോദ്യം ആയിരുന്നു ഇങ്ങനെ, ദാറ്റ് മീൻസ് ഇഫ് യു വെയർ എ ബേർഡ് ഓർ ആൻ ആനിമൽ വിച്ച് വൺ വുഡ് യു ബി? എന്തിനായിരിക്കും ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്? ചോദ്യം ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായി ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു ആനിമലോ ബേർഡോ ആണ് എന്ന് വിചാരിക്കുക. നിങ്ങളൊരു ആനിമലോ ബേർഡോ ആണ് എന്ന് വിചാരിക്കുക. വിച്ച് വൺ വുഡ് യു ബി? നിങ്ങൾ ഏത് ആനിമൽ ആകാനാണ് ഇഷ്ടപ്പെടുന്നത്? നിങ്ങൾ ഏത് ബേർഡ് ആകാനാണ് ഇഷ്ടപ്പെടുന്നത്? എന്തായിരിക്കാം ഈ ചോദ്യം ചോദിക്കുന്നത്? ഈ ചോദ്യത്തിന് പല രീതിയിൽ നമുക്ക് ഉത്തരം നൽകാം. അതായത് നിങ്ങൾ എന്ത് ഉത്തരമാണോ നൽകുന്നത് ആ ഉത്തരം അനുസരിച്ച് അവർക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ എന്താണ്, നിങ്ങളുടെ പാറ്റേണുകൾ എന്താണ് എന്നുള്ളത്. അതായത് ചിലപ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ചില ജീവികളുടെ പേരുകളായിരിക്കും തരുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ലയൺ, ടൈഗർ എന്നൊക്കെ പറയുന്ന, എലിഫൻ്റ് ഒക്കെ പറയുന്ന ആൾക്കാരുണ്ടായിരിക്കും. സോ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കില്ല ചിലപ്പോൾ പീക്കോക്ക്, പാരറ്റ് ഒക്കെ പറയുന്ന ആൾക്കാർ. പീക്കോക്ക്, പാരറ്റ് ഒക്കെ തരുന്ന സാധാരണഗതിയിൽ ഇൻ്റർവ്യൂ സെഷനിൽ അങ്ങനത്തെ ഉത്തരങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. സോ പീക്കോക്ക്, പാരറ്റ് ഒക്കെ എന്തായിരിക്കും പാറ്റേണിൻ്റെ കാര്യം? നമ്മൾ കുറച്ചുകൂടി കളർഫുൾ, കുറച്ചുകൂടി ലവബിൾ ആയിട്ടുള്ള ക്രിയേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പാറ്റേൺ ആയിരിക്കും. അപ്പം നമ്മൾ എന്താണ് എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കുക എന്ന് പറയുന്ന പാറ്റേണാണ്. ചിലർ ഇൻ്റർവ്യൂ ചെയ്യുമ്പം സാധാരണഗതി കണ്ടിട്ടുണ്ട് ഈ കൈവിരൽ ഇങ്ങനെ കുത്തിയൊടിക്കും, ഇവിടെ വന്നിട്ട് ഇങ്ങനെ കൈവിരലുകൾ കുത്തിയൊടിക്കും. ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ ഷാൾ എടുത്തിട്ട് കറക്കും ആണ്, പിന്നെ ഷർട്ടിൻ്റെ ബട്ടൺസ് ഇങ്ങനെ ഇട്ടോന്ന് തോന്നുന്നു. ഇങ്ങനെ പല തോട്ടുകളിലായിരിക്കും നമ്മളെ ചെയ്യുന്നത്. ആൻഡ് ഇതെല്ലാം മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനമായിട്ടുള്ള പാറ്റേണാണ്. ഇനി നമുക്ക് ലാംഗ്വേജിൽ ഉണ്ടാകുന്ന മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞു. ഒരു സെഷനിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, ലാംഗ്വേജ് എന്താണ്, ലാംഗ്വേജ് ബാരിയർ മാറ്റാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, ടൈം എങ്ങനെ ബൈ ചെയ്യാം എന്നുള്ള കാര്യം കൂടി നോക്കാം. നിങ്ങൾ നമ്മളുടെ എക്സ് ചീഫ് മിനിസ്റ്ററായ ഉമ്മൻചാണ്ടി സാറിനെ കണ്ടിട്ടുണ്ടായിരിക്കും. സാറിൻ്റെ ഒരു പാറ്റേൺ ഉണ്ടായിരിക്കും. ഈ ജേർണലിസ്റ്റുകൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ സാറ് പ്രധാനമായിട്ടും ചെയ്യുന്നൊരു പാറ്റേൺ ആണ്. അതായത് ആ ചോദ്യം ഒന്നുകൂടി അവരോട് ചോദിക്കും. എന്തിനാണെന്ന് വെച്ചാൽ ടൈം ബൈ ചെയ്യുന്നൊരു പാറ്റേൺ ആണ്. നമുക്ക് ഇൻ്റർവ്യൂവറിനോട് ടൈം ബൈ ചെയ്യാൻ വേണ്ടി പല ടെക്നിക്സ് ഉണ്ട്. അതായത് നമുക്ക് ചിന്തിക്കാനുള്ള ടൈം എടുക്കുകയാണ്. എന്തായിരിക്കും അടുത്ത ആൻസർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ടൈം ബൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇതെല്ലാം നിങ്ങൾക്ക് ഈ പറയുന്ന പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. ആൻഡ് പ്രധാനമായിട്ടും നിങ്ങൾ വരുന്ന തെറ്റിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു, ചില ആൾക്കാർ വന്നിട്ട് പറയുന്നതാണ് മൈസെൽഫ് ബേസിൽ റോയ് എന്ന് പറയുന്നത്. സ്കൂളിലൊക്കെ പഠിപ്പിച്ച് വിട്ടേക്കുന്ന ഒരു പാറ്റേൺ മൈസെൽഫ് പറയുക എന്ന്. ഞാൻ ചിലപ്പോൾ സാധാരണ സെഷൻസ് എടുക്കുമ്പോഴത്തേക്കും ടെൽ മീ സംതിങ് അബൌട്ട് യുവർ, അല്ലെങ്കിൽ സെൽഫ് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പറയുമ്പോൾ സാർ മൈസെൽഫ് ആണോ സാർ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കും. മൈസെൽഫ് ഇങ്ങനെ ഒരു പാറ്റേൺ, മൈസെൽഫ് ബേസിൽ. വാട്ട് ഈസ് ദിസ്?
ദിസ് ഇസ് റോങ്. ഇങ്ങനെ നമുക്ക് പറയാൻ പാടില്ല. മൈസെൽഫ് ബേസിൽ എന്നുള്ള പാറ്റേൺ ഒന്നും നമ്മൾ യൂസ് ചെയ്യത്തില്ല. ഇത് റോങ് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. അതായത് ഇഫ് യു വാണ്ട് സേ യുവർ നെയിം, നിങ്ങൾക്ക് നിങ്ങളുടെ പേര് പറയണമെങ്കിൽ നമ്മൾ എന്തായാലും പേര് പറയണമല്ലോ. നമ്മൾ ബേസിക്കലി നമ്മളുടെ പേര് എങ്ങനെയാണ് പറയുന്നത് എന്നുള്ള കാര്യം അവർക്ക് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗുഡ് മോർണിംഗ് സാർ, ഗുഡ് മോർണിംഗ് മാം. ആരാണോ അവിടെ ഉള്ളത് അതനുസരിച്ച് ഞാൻ പറഞ്ഞില്ലേ എല്ലാവരുടെയും ഈ ഗുഡ് മോർണിംഗ് പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന 3 പേരുണ്ടെങ്കിൽ 3 പേരുടെയും കണ്ണുകളിലേക്ക് നമ്മളുടെ കണ്ണുകൾ എത്തണം. ആൻഡ് അവരെ നോക്കി ഒന്ന് ചെറിയ പുഞ്ചിരിയോട് കൂടി ആയിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് പറഞ്ഞ് നമ്മൾ നമ്മളുടെ പാറ്റേൺ സ്റ്റാർട്ട് ചെയ്യും ആണല്ലോ. വെൽ, സോ നമ്മൾ ഗുഡ് മോർണിംഗ് പറഞ്ഞതിന് ശേഷം പിന്നീട് ശ്രദ്ധിക്കേണ്ട പാറ്റേൺ ഗുഡ് മോർണിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈസെൽഫ് പറയരുത്, അതൊരു മിസ്റ്റേക്ക് ആണ്. സി യു വാണ്ട് സേ ലൈക്ക് ദിസ്, ഐ ആം ബേസിൽ റോയ്. സി യു വാണ്ട് സേ ഇറ്റ് ഇൻ കംപ്ലീറ്റ്ലി. നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ പേര് പറഞ്ഞാൽ ഐ ആം ബേസിൽ റോയ്. അതർവൈസ് യു ക്യാൻ സേ ദാറ്റ് മൈ നെയിം ഈസ് ബേസിൽ റോയ്. സോ യു ക്യാൻ സേ ലൈക്ക് ദിസ്. നിങ്ങളുടെ ഫുൾ നെയിം പറയുക എന്ന് പറയുന്ന പാറ്റേൺ ആണ് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ യു വാണ്ട് സേ യുവർ നെയിം വെൽ. സോ ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ സേ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ള കാര്യം. എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത് എന്നുള്ളത്. സോ ഇൻസ്റ്റെഡ് ഓഫ് സേയിങ് ദാറ്റ് യു ക്യാൻ സേ ദാറ്റ് ഐ ആം ഫ്രം ഓർ ഐ കം ഫ്രം. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഐ ആം ഫ്രം ഓർ ഐ കം ഫ്രം. കുറച്ചുകൂടി സ്റ്റൈലിഷ് വേർഡ് യു ക്യാൻ സേ ദാറ്റ് ഐ ബിലോങ് ടു. സീ ദ പാറ്റേൺ, ഐ ബിലോങ് ടു. നിങ്ങൾ ഏത് സ്ഥലത്താണ് എന്നുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത് ഐ ബിലോങ് ടു എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ പറയുന്ന പാറ്റേൺ. ഏത് സ്ഥലത്ത് നിന്നാണ് നിങ്ങൾ വരുന്നത് എന്നുള്ളത്. ഇവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ഏത് പാറ്റേൺ ആണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. നിങ്ങളുടെ ഇൻ്റർവ്യൂവിൽ പ്രധാനമായിട്ടും നിങ്ങളുടെ സ്ഥലം പ്രോപ്പറായിട്ടുള്ള സ്ഥലമാണ് അവിടെ പറയേണ്ടത്. ഇപ്പോൾ നിങ്ങൾ കൊല്ലത്താണെങ്കിൽ കൊല്ലം, അല്ലെങ്കിൽ എറണാകുളമാണെങ്കിൽ എറണാകുളം, എറണാകുളത്ത് തന്നെ തൃപ്പൂണിത്തറയാണ് തൃപ്പൂണിത്തറ. നിങ്ങളുടെ ലോക്കൽ പ്ലേസ് എവിടെയാണ് എന്നുള്ള കാര്യമാണ് പറയേണ്ടത്. ഐ ബിലോങ് ടു എന്ന് പറഞ്ഞ് പറയേണ്ടത്. അല്ലെങ്കിൽ ഇനി ഐ ബിലോങ് നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഐ കം ഫ്രം എന്ന് പറയാം. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ വീടിൻ്റെ ഏറ്റവും അടുത്തുള്ള സ്ഥലത്തായിരിക്കും നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടുന്നത്. അപ്പോൾ അത് സ്ഥലം എവിടെയാണ് എന്നുള്ള കാര്യം കൃത്യമായി മെൻഷൻ ചെയ്യുന്നത് വളരെ ഭംഗിയായിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. വെൽ, സോ അത് കൃത്യമായി ഫോളോ ചെയ്യുക. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്തതായി ചെയ്യേണ്ട പാറ്റേൺ എന്ന് പറയുന്നത് നമ്മളുടെ ഹയസ്റ്റ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനാണ് പറയേണ്ടത്. ഹയസ്റ്റ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. നിങ്ങളെല്ലാവരും അണ്ടർ ഗ്രാജുവേറ്റ് ആയ കുട്ടികളായിരിക്കും. അതായത് ഗ്രാജുവേഷൻ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള കാര്യം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരും ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതായത് നമ്മളുടെ ഏറ്റവും ഹയസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ +2 ആണ്. അപ്പം +2വിനെ കുറിച്ച് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. ചില കുട്ടികളുടെ പാറ്റേൺ ഞാൻ കണ്ടിട്ടുണ്ട്. ഐ സ്റ്റഡീഡ് മൈ കിൻഡർ ഗാർഡൻ ഇൻ സ്റ്റാറ്റ്ഫോർഡ്, ദെൻ വെൻ ഐ വാസ് ഇൻ 5th grade ഐ ജോയിൻഡ് ഇൻ ശ്രീ ബുദ്ധ സെൻട്രൽ സ്കൂൾ, ദെൻ ഐ കംപ്ലീറ്റഡ് മൈ 10th ഫ്രം ഗവൺമെൻറ് HSS മോഡൽ. ഇങ്ങനെയൊക്കെ പറയും. യു ഡോണ്ട് വാണ്ട് ടു സേ ലൈക്ക് ദാറ്റ്. നിങ്ങൾ അതൊന്നും യൂസ് ചെയ്യണ്ട. നിങ്ങൾ അവസാനമായി +2 കംപ്ലീറ്റ് ചെയ്ത് എവിടെയാണെന്ന് പറയാം. അല്ല നിങ്ങൾ LKG എവിടെയാണ് പഠിച്ചത്, ഞാൻ 3ാം ക്ലാസ് എവിടെയായിരുന്നു പഠിച്ചത്, ഞാൻ 4ാം ക്ലാസ് എവിടെയാണ് പഠിച്ചത്, അതൊന്നും അവർക്ക് അറിയേണ്ട കാര്യമില്ല. നമ്മൾ +2 എവിടെയാണ് പഠിച്ചത് എന്നുള്ള കാര്യം മാത്രം പറയാം. അതായത് അവസാനത്തെ നമ്മുടെ ക്വാളിഫിക്കേഷൻ ആണ്. ഇപ്പം നിങ്ങൾ എല്ലാവരും +2കാരായതുകൊണ്ടാണ് ഞാൻ +2 പറഞ്ഞത്. ഇപ്പം നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിന് ആണ് പോകുന്നതെങ്കിൽ നമ്മൾ +2ൻ്റെ കാര്യം അവിടെ പറയേണ്ട, നിങ്ങളുടെ ഡിഗ്രി പറഞ്ഞാൽ മതി. ഈ ഫെഡറൽ ബാങ്കിൻ്റെ ഈ എക്സാമിനേഷൻ പോകുന്നവരെല്ലാം +2കാരാണല്ലോ. അതുകൊണ്ടാണ് ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ +2 ഫ്രം ഏത് കോളേജാണ്, ഏത് സ്കൂളാണ് എന്നുള്ള കാര്യം കൃത്യമായി മെൻഷൻ ചെയ്യാം. നിങ്ങളുടെ സ്കൂൾ ഏതാണെന്നുള്ളത്. അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചില കുട്ടികൾ സ്കൂളിൻ്റെ കാര്യമൊക്കെ പറയുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ കരുനാഗപ്പള്ളി സ്കൂളിലാണ് പഠിച്ചത്, ഇങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞു തീർക്കും. അങ്ങനെയല്ല പറയണ്ടേ. ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ +2 ഫ്രം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കരുനാഗപ്പള്ളി. അല്ലാതെ GHSS ഇതൊന്നും വേണ്ട. GHSS അബ്രിവേഷൻസ് യൂസ് ചെയ്യണം. ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കരുനാഗപ്പള്ളി അല്ലെങ്കിൽ കൊല്ലം. ദിസ് ഈസ് എ പാറ്റേൺ. നിങ്ങളുടെ സ്കൂൾ ഏതാണോ ആ സ്കൂളിൻ്റെ പേര് കൃത്യമായി മെൻഷൻ ചെയ്യുക. അപ്പോൾ +2 നിങ്ങൾ എവിടെയാണ് കംപ്ലീറ്റ് ചെയ്തത് എന്നുള്ള പാറ്റേൺ. ഇനി സാധാരണഗതിയിൽ ഇൻ്റർവ്യൂവിൽ കണ്ടുവരുന്ന ഒരു പാറ്റേൺ തെറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൈ ഫാദർ ഈസ് ദിസ്, മൈ മദർ ഈസ് ദിസ്. എൻ്റെ അച്ഛൻ അതായിരുന്നു ജോലി, എൻ്റെ അമ്മയ്ക്ക് അതായിരുന്നു ജോലി, എൻ്റെ വീട്ടിലെ 2 സഹോദരങ്ങൾ എനിക്കുണ്ടായിരുന്നു, അതുണ്ട്, എനിക്ക് ഇതുണ്ട്. ഹൂ വാണ്ട്സ്? ആർക്ക് കേൾക്കണം ഇതൊക്കെ? നിങ്ങളുടെ പേഴ്സണൽ ഇൻഫോർമേഷൻസ് പറയുന്ന സ്ഥലമല്ല ഇൻ്റർവ്യൂ ബോർഡ്. സോ യു ഡോണ്ട് വാണ്ട് ടു സേ അബൌട്ട് ദാറ്റ്. നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്നും പറയണ്ട. നിങ്ങൾക്ക് ഇനി അത്രയ്ക്ക് ഫാമിലിയെക്കുറിച്ച് പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ യു കൻ സേ ദാറ്റ് മൈ ഫാമിലി ഇൻക്ലൂഡ് 3 members or 4 members. യു ഡോണ്ട് വാണ്ട് ടു സേ അബൌട്ട് ഫാമിലിയുടെ കാര്യം അവിടെ മെൻഷൻ ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. സോ ഒരു പ്രൊഫഷണൽ ഇൻ്റർവ്യൂസ് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ സ്കൂളിലെ പിള്ളേരോട് ഇങ്ങനെ മൈ അംബിഷൻ ഈസ് ടു ബിക്കം ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിക്കും. യു ഡോണ്ട് വാണ്ട് ടു സേ ലൈക്ക് ദാറ്റ്.
ഇവിടെ നിങ്ങളുടെ സ്കിൽ എന്താണ്, സ്ട്രെങ്ത് എന്താണ്, നിങ്ങൾ എങ്ങനെയാണ് കോൺഫിഡൻ്റ്ലി പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയാണ് നമ്മൾ ഈ പാറ്റേൺ ചെയ്യുന്നത്. സോ നിങ്ങൾ വേറെ ഒരു പാറ്റേണും പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട. അവിടെ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട പാറ്റേൺ ഞാൻ പറഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ യു വാണ്ട് സേ ദാറ്റ് ഗുഡ് മോർണിംഗ് മാം, ഗുഡ് മോർണിംഗ് സാർ, ഐ എം ബേസിൽ റോയ്, മൈ otherwise you can say that my name is Basil Roy. ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ മതി കേട്ടോ. ഏതെങ്കിലും my name is Basil Roy or I am Basil Roy, I belong to സ്ഥലം, then you can say that I have completed my +2 from Ghana Higher Secondary School Karunagapalli. You can say like that pattern. Okay, ഏതാണ് നിങ്ങളുടെ സ്കൂൾ എന്ന് പറയുന്ന പാറ്റേൺ. ഇനി അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പ്രധാനമായിട്ടും പറയേണ്ട പാറ്റേൺ, നമ്മൾ എന്തുകൊണ്ടാണ് ബാങ്കിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എന്താണ് നമ്മുടെ സ്കില്ല് എന്നുള്ള കാര്യമാണ് പറയേണ്ടത്. അവിടെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു പാറ്റേൺ ആണ്, നമ്മൾ ഹാവ് ഗുഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ബാങ്കിങ് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്ന പാറ്റേൺ. നമ്മളുടെ സ്കിൽസ് എന്താണ് എന്നുള്ളത്. യു ക്യാൻ സേ ദാറ്റ് ഐ എം വെരി ഫ്രണ്ട്ലി ഇൻ നേച്ചർ, ഓ യു ക്യാൻ സേ ദാറ്റ് ഐ കൺസിഡർ മൈസെൽഫ്, യു ക്യാൻ സേ ദാറ്റ് ഐ കൺസിഡർ മൈസെൽഫ്. നമ്മളുടെ ഒരു സ്കിൽ പാറ്റേൺ നമ്മൾ പറയുന്ന ഒന്നാണ് ഐ കൺസിഡർ മൈസെൽഫ് എന്ന് പറയുന്ന പാറ്റേൺ. ഐ കൺസിഡർ മൈസെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നെ സ്വയം കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ്. സോ ഐ കൺസിഡർ മൈസെൽഫ് ആസ് ഡിസിപ്ലിൻഡ്, അഡാപ്റ്റബിൾ, ഫ്രണ്ട്ലി. യു ക്യാൻ സേ ദീസ് വേർഡ്സ്. എന്താണ് എൻ്റെ പ്രത്യേകത? ഞാൻ ഭയങ്കര ഫ്രണ്ട്ലി ആണ്, അഡാപ്റ്റബിൾ ആണ്, ഏത് കാര്യവും പെട്ടെന്ന് അഡാപ്റ്റബിൾ ആയിരിക്കും. ആൻഡ് ഐ ലുക്ക് ഫോർവേഡ് ടു ഗ്രോയിങ് വിത്ത് യുവർ ബാങ്ക്. സി, നമ്മൾ പറയുന്ന പാറ്റേൺ ആണ് ഐ ലുക്ക് ഫോർവേഡ് ടു ഗ്രോയിങ് വിത്ത് ഫെഡറൽ ബാങ്ക്. സോ ഞാൻ ബാങ്കിൻ്റെ കൂടെ ഞാനും വളരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന പാറ്റേൺ. അപ്പോൾ എത്ര ചുരുക്കി പറയാൻ സാധിക്കുമോ, എത്ര ഒരു കാര്യത്തെ കൺക്ലൂഷൻ നൽകാവോ, ആ പാറ്റേൺ വേണം ചെയ്യാൻ. അല്ലാതെ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥ പറയുന്ന സ്ഥലമല്ല. ഹാർഡ്ലി 30 സെക്കൻഡ്സ്, 1 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു പാറ്റേൺ ആണ്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ താങ്ക് യു പറഞ്ഞ് അത് അവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നീട് ഈ ചോദ്യങ്ങൾ വരുന്നത് നമ്മൾ ഈ പറഞ്ഞ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ നിന്നായിരിക്കും. ചിലപ്പം നിങ്ങളുടെ സ്ഥലം എവിടെയാണ് എന്ന് പറഞ്ഞെടുത്ത് നിന്നായിരിക്കും ചിലപ്പോൾ അവർ ഒരു ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞു കാണും നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ഡേറ്റാസ് അതിൽ ഇൻക്ലൂഡ് ചെയ്യരുത് എന്ന് പറയാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അനാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇൻ്റർവ്യൂർ അതിൽ നിന്ന് നമ്മളുടെ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ ഇൻ്റർവ്യൂ പാറ്റേണിൽ ഏറ്റവും കൂടുതൽ അവിടെ ചെയ്യുന്നൊരു മെത്തേഡാണ്, നമ്മൾ എന്താണോ നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞത്, സെൽഫ് ഇൻട്രൊഡക്ഷനിൽ ചിലപ്പോൾ നമ്മൾ കുറച്ച് പൊലിമയൊക്കെ കൂട്ടാം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഈ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയും. ആണല്ലോ, ഇങ്ങനെ പറയുമ്പോൾ എന്താ പ്രശ്നം? അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കും. എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ നേരത്തെ ഇൻട്രോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് റീഡിംഗ് എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി ഇല്ല, അല്ലെങ്കിൽ റീഡിംഗ് എന്ന് പറയുന്ന ഹോബി ഇല്ല എന്ന് വിചാരിക്കാം. നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അച്ഛൻ പറഞ്ഞു തരുന്നത് ഈ വായിക്കുന്നൊക്കെ പറഞ്ഞേക്ക് കേട്ടോ എന്ന് പറഞ്ഞു തന്നെന്ന് വെച്ചോ, വായനയൊക്കെ നല്ല ഹോബിയാണ് അതൊക്കെ പറഞ്ഞേക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അവർ സ്വാഭാവികമായി ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും? എന്താണ് നിങ്ങൾ അവസാനമായി വായിച്ച ബുക്ക്, നിങ്ങളുടെ ഫേവറേറ്റ് ഓതർ ആര് ആണ് എന്നുള്ളത്. ഇനി നിങ്ങൾ അതും പഠിച്ചിട്ടാണ് ചെല്ലുന്നത് എന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് വായന ഇല്ലാതെ നിങ്ങൾ പഠിച്ചിട്ട് പോവുകയാണ്, അതായത് നിങ്ങളുടെ ഓതറിൻ്റെ പേര് പഠിച്ചിട്ട് പോവുകയാണ്, ഓതറിൻ്റെ ഒരു ബുക്കും പഠിച്ചിട്ട് പോവുകയാണ് എന്ന് വിചാരിക്കാം. അപ്പോൾ അവരെന്ത് ചെയ്യും? ആ ബുക്കിൻ്റെ അകത്ത് നിന്ന് അവരൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം നമ്മൾ അവിടെ ചെന്ന് ബബ്ബാവും. ഈ പാറ്റേൺ അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതായത് അവർക്ക് നന്നായി അവർ സൈക്കോളജി പഠിച്ചിട്ടുണ്ടായിരിക്കും. എങ്ങനെയാണ് നിങ്ങളൊരു കാര്യത്തെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് പറയുന്നത്, ഫ്രാങ്ക് ആയിട്ടാണ് ഒരു കാര്യത്തെ സംസാരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യം അവർ കൃത്യമായി അനലൈസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം കൃത്യമായി ഫോളോ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കേണ്ട മെത്തേഡാണ് സെൽഫ് ഇൻട്രൊഡക്ഷനകത്ത് ഒരുപാട് കാര്യങ്ങൾ കുത്തിക്കയറ്റി സ്ക്വീസ് ചെയ്ത് പോകേണ്ട പാറ്റേൺ ഇല്ല. ഫസ്റ്റ് നമ്മളൊരാളെ പ്രസൻ്റ്ലി വിഷ് ചെയ്യുക, നമ്മളുടെ പേര് പറയുക, നമ്മൾ എവിടെ നിന്നാണ് വരുന്നത് എന്ന് പറയുക, എന്തുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ബാങ്കിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ സ്ട്രെങ്ത്തുകൾ പറയുക, നമ്മൾ അഡാപ്റ്റീവ് ആണ്, നമ്മൾക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്കില്ലുണ്ട്, നമുക്ക് ബാങ്കിങ് ടേംസുകൾ വളരെ നന്നായി അറിയാം എന്നുള്ളത്. ഈ ബാങ്കിങ് ടേംസുകൾ അറിയാം എന്ന് പറഞ്ഞാൽ ബാങ്കിങ് കോൺസെപ്റ്റ്സ് അറിയാം എന്ന് പറഞ്ഞിട്ട് അവർ ബാങ്കിങ് കോൺസെപ്റ്റ്സ് എന്തെങ്കിലും ചോദിച്ചാൽ അവർ നമ്മളോട് ചോദിക്കുകയാണ് എന്താണ് ഈ പറയുന്ന റെപ്പോ റേറ്റ് എന്ന് നമ്മളോട് ചോദിക്കുകയാണ് എന്ന് വിചാരിക്കാം. വാട്ട് യു മീൻ ബൈ റെപ്പോ റേറ്റ്? അപ്പോൾ ബാങ്കിങ് കോൺസെപ്റ്റ്സ് നമുക്ക് അറിയാമെന്നുണ്ട്, റെപ്പോ റേറ്റ് എന്താണ് എന്നറിയാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്തിരിക്കും? നമ്മൾ താഴെ വീഴും. അപ്പോൾ ഫിനാൻഷ്യൽ മിനിസ്ട്രിയിൽ നിന്ന് സ്ഥിരമായി വരുന്ന ബഡ്ജറ്റിൽ സ്ഥിരമായി നമ്മൾ കാണുന്നതാണ്, അല്ലെങ്കിൽ ബാങ്കുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്ഥിരമായി കാണുന്നതാണ് റീപർച്ചേസിങ് അല്ലെങ്കിൽ റെപ്പോ റേറ്റ്സ് എന്നൊക്കെ പറയുന്നത്. റെപ്പോ റേറ്റ് കുറച്ചു, റെപ്പോ റേറ്റ് കൂട്ടി എന്നൊക്കെ പറയുന്നത്. അപ്പം നിലവിലെ സാഹചര്യത്തിൽ റെപ്പോ റേറ്റ് എത്രയാണ് എന്നുള്ള കാര്യം കൃത്യമായി പഠിച്ചിട്ട് പോകുക. ഈ നിലവിലെ സാഹചര്യത്തിൽ ബാങ്കിങ് ടൈംസിൽ പ്രധാനമായിട്ടും നമുക്ക് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട പാറ്റേൺസിൽ എന്തൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്, ബാങ്കിങ് റെഗുലേഷൻസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് സാധാരണഗതിയിൽ വരുന്നത്, ഇതെല്ലാം കൃത്യമായി അറിവുണ്ടായിരിക്കണം. ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, അതായത് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ, നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായി ഫോക്കസ് ചെയ്യേണ്ട ഏരിയ
ചെയ്യാണ് ബാങ്ക് എന്താണ് എന്നുള്ളത്. ഫെഡറൽ ബാങ്ക് എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്, ഫെഡറൽ ബാങ്കിൻ്റെ CEO ആരാണ്, നമ്മളുടെ ഫിനാൻസ് മിനിസ്റ്റർ, നമ്മൾ കേരളത്തിൻ്റെ ഫിനാൻസ് മിനിസ്റ്റർ ആരാണ്, നമ്മൾ ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ ആരാണ് എന്നുള്ളത്. കാരണം എന്താണ്, ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ പാറ്റേൺസ് യൂക്കുന്നത്. യു മേ ബി ഫെമിലിയർ വിത്ത് ദ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ഇറ്റ് ഇസ് നിർമ്മല സീതാരാമൻ. സോ നിർമ്മല സീതാരാമനാണ് നമ്മളുടെ ഫിനാൻസ് മിനിസ്റ്റർ എന്നുള്ള കാര്യം നമുക്കറിയാം. ആൻഡ് നമ്മളുടെ കേരളത്തിൻ്റെ ഫിനാൻസ് മിനിസ്റ്റർ KN ബാലഗോപാലാണ് എന്നുള്ള കാര്യം അറിയാം. അപ്പം കൃത്യമായിട്ട് ഈ പാറ്റേൺ അറിയാവുന്ന ഒരാൾക്ക് ആ പാറ്റേണിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ആൻഡ് ഇപ്പം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആരാണ്, അതായത് ബാങ്ക്സ് ഓഫ് ബാങ്ക് എന്നറിയപ്പെടുന്ന ഒന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. സോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആരാണ് എന്നുള്ള കാര്യം, ഇതൊക്കെ ബേസിക് ആയിട്ട് ഒരു ബാങ്കിങ് ആസ്പിറൻറ്റ് അറിഞ്ഞിരിക്കേണ്ട ചോദ്യങ്ങളാണ്. അപ്പം IPLSൻ്റെ കോഴ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഫ്രീക്വൻ്റ് ആയിട്ട് ഫെഡറൽ ബാങ്കിൽ വന്നിരിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് ഈ പറയുന്ന ബാങ്കിങ് ടെക്നിക്കൽ വേർഡ്സ് ചിലപ്പോൾ അവർ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു നമ്മൾ അബ്രിവേഷൻസ് യൂസ് ചെയ്യരുത് എന്ന് പറയുന്ന പാറ്റേൺ, പക്ഷെ അവർ നമ്മളോട് ചിലപ്പോൾ ടെക്നിക്കൽ വേർഡ്സ് ആയിരിക്കും ചോദിക്കുന്നത്. ചില ടെക്നിക്കൽ ബാങ്കുമായി ബന്ധപ്പെട്ട ടെക്നിക്കൽ ലെറ്റേഴ്സ് നമ്മൾ ചോദിക്കും. നമുക്കത് കൃത്യമായിട്ട് എന്താണ് എന്ന് മനസ്സിലായില്ലെങ്കിൽ അപ്പോൾ നമ്മൾക്ക് അവിടെ കൃത്യമായി പറയാൻ സാധിക്കില്ല. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അതായത് ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഈ പറയുന്ന സൂര്യന് താഴെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരവും നൽകാൻ പറ്റില്ല. ഇനി നമ്മൾക്ക് ഒരു ഉത്തരം അറിയില്ല എന്ന് വിചാരിക്കുക, ഹൗ ഷുഡ് വി ആൻസർ, നമ്മൾ എങ്ങനെ പറയും? ചില ആൾക്കാർ അയ്യോ ഉത്തരം അറിയത്തില്ല, ആകാശം ഇടിഞ്ഞു, പിന്നെ അവിടെ തീർന്നു, കോൺഫിഡൻസ് ലെവൽ പോയി, നമ്മൾ ഈ പഠിച്ചു വെച്ച സാധനങ്ങളെല്ലാം അവിടെ തീർന്നു. You don't want to worry about this. നമുക്കൊരു കാര്യം അറിയാം, you just say that I'm afraid I don't know the answer. What it means I'm afraid I don't know the answer. I'm afraid I don't know the answer എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ എനിക്ക് പേടിയാവുന്നു, എനിക്ക് ഉത്തരം അറിയത്തില്ല എന്നാണോ? No, I'm afraid means I'm sorry to say. See, നമ്മൾ വളരെ പൊളൈറ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന ഒരു യൂസേജാണ് I'm afraid I don't know the answer means എനിക്ക് ആ ഉത്തരം അറിയില്ല എന്നുള്ളത്. സോ നിങ്ങളുടെ അറിവ് അളക്കാനുള്ള സ്ഥലമല്ല ഇൻ്റർവ്യൂ ബോർഡ് എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ കോൺഫിഡൻസ് എങ്ങനെയാണ്, നിങ്ങളൊരു പ്രശ്നം എങ്ങനെയാണ് ആറ്റിറ്റ്യൂഡ് ഫേസ് ചെയ്യുന്നത്, എങ്ങനെയാണ് നിങ്ങൾ അട്രാക്റ്റീവായിട്ട് നിങ്ങളെ പ്രസൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ഡു സ്റ്റഡി വിത്ത് I+, join in I+ class. That's all. Thank you.